അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉറുദു ആൽഫബറ്റ് നമ്മൾ പഠിച്ചു, ചൊല്ലി ചൊല്ലി പഠിച്ചു അല്ലേ? അലിഫ്, ബേ, പേ, തേ, ടേ തുടങ്ങി നമ്മൾ മലയാളം പഠിക്കുന്നത് പോലെ അ ആ ഇ ഈ ഉ ഊ എന്ന് മലയാളം പഠിക്കുന്നത് പോലെ നമ്മൾ ഉറുദു ആൽഫബറ്റ് പഠിച്ചു. ഇനി ഉറുദുവിലെ ഓരോ അക്ഷരങ്ങളും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, നമ്മൾ വളരെ ഉറുദു ബേസിക് മുതൽ അതിൻ്റെ അക്ഷരമാല മുതൽ ഓരോ അക്ഷരങ്ങളും പഠിച്ചിട്ടാണ് നമ്മൾ ഉറുദുവിലേക്ക് പ്രവേശിക്കുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ സബ്ക്ക് ഏക്ക് ഒന്നാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ രണ്ട് അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് അലിഫ് എന്നാണ്, ഒന്ന് അലിഫ് മദ് ആ എന്നാണ്. അപ്പോൾ രണ്ട് അക്ഷരങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഒന്ന് അലിഫ്, ഒന്ന് ആ എന്നാണ്. ഇനി അലിഫ് ഉപയോഗിച്ചു കൊണ്ടുള്ള രണ്ട് പദങ്ങൾ, ഉറുദുവിലെ പദങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചിത്രം കണ്ടോ? ഒരു പഴത്തിൻ്റെ ചിത്രം കണ്ടോ? അതിനെന്താണ് പറയുക? പേരക്ക അല്ലേ? അപ്പോൾ പേരക്കക്ക് എന്താണ് ഉറുദുവിൽ പറയുക? പേരക്കക്ക് അമ്രൂദ് എന്നാണ് പറയുക. ശ്രദ്ധിക്കുക, പേരക്കക്ക് അമ്രൂദ് എന്നാണ് പറയുക. മനസ്സിലായോ? അവിടെ അലിഫ് ഉപയോഗിച്ചു, അതുകൊണ്ടാണ് പേരക്ക കൊടുത്തത്. അപ്പോൾ അമ്രൂദ് എന്ന പദം ഇനി ഒരിക്കലും മറക്കാൻ പാടില്ല. അമ്രൂദ് എന്ന് പറഞ്ഞാൽ പേരക്ക. ഇനി രണ്ടാമത്തത് നോക്കൂ, രണ്ടാമത്തെ ചിത്രം എന്താണ്? അഹ്റൂട്ട്. ആ പദം എന്താണ്? അഹ്റൂട്ട് എന്നാണ്. അഹ്റൂട്ട് എന്ന പദത്തിൻ്റെ അർത്ഥം വൈലറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആക്രോട്ടൻഡി എന്നൊക്കെ പറയും. അതിനാണ് അഹ്റൂട്ട് എന്ന് പറയുക കേട്ടോ. അവിടെ ഒന്നുമില്ല, നമ്മൾ അലിഫ് ഉപയോഗിച്ചു, അവിടെയും അലിഫ് ഉപയോഗിച്ചു. അഹ്റൂട്ട്, ആക്രോട്ടൻഡി. പിന്നെ നമ്മൾ അടുത്ത പദത്തിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ആ എന്ന് ഉപയോഗിക്കണം അല്ലേ? ആ എന്നുള്ള അക്ഷരം ഉപയോഗിക്കണം. എന്ത് തസ്വീറാണ് നമ്മൾ കാണുന്നത്? തസ്വീർ എന്ന് പറഞ്ഞ ചിത്രം കേട്ടോ. എന്ത് ചിത്രമാണ് നമ്മൾ കാണുന്നത്? ഒരു തീയുടെ ചിത്രമാണ്, ഫയറിൻ്റെ ചിത്രമാണ്. എന്താണ് തീക്ക് ഉറുദുവിൽ പറയാന്നറിയോ? ആഗ് എന്നാണ് പറയുക. എന്താണ് പറയുക? ആഗ്. അപ്പോൾ ആ പദവ് മറക്കരുത്. തീക്ക് ആഗ് എന്നാണ്, തീക്ക് ആഗ് എന്നാണ് പറയുക. പിന്നത്തെ ചിത്രം കണ്ടോ? ആ എന്നുള്ള കോളത്തിൽ തന്നെ. അതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈർച്ചവാൾ എന്നാണ് പറയുക. ഈർച്ചവാൾ. അറബിയിൽ അതിന് മിൻഷാർ എന്നൊക്കെ പറയാറുണ്ട്. മിൻഷാർ, ഈർച്ചവാൾ, വാൾ. ഉറുദുവിൽ അതിന് ആരി എന്നാണ് പറയുക. ആരി. അവിടെയും അലിഫ് മദ് ആ ഉപയോഗിച്ചു. അത് സൂചിപ്പിക്കാനാണ് ആ ചിത്രം കൊടുത്തത്. ആരി എന്നാണ് പറയുക കേട്ടോ. ഇനി നമുക്ക് മഷ്കിലേക്ക് കടക്കാം. മഷ്ക് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ്. ഓരോ പാഠം കഴിഞ്ഞാലും ഉറുദുവിൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. നമുക്ക് ഉറുദുവിലെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം കേട്ടോ. നീച്ചെ ദി ഹുയി തസ്വീറോं को पहला हर्फ लिखवाए എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിട്ടുള്ള നീച്ചെ ദിയെ ഹുയി എന്ന് പറഞ്ഞാൽ താഴെ തന്നിട്ടുള്ള, നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ നീച്ചെ ദി ഹുയി താഴെ തന്നിട്ടുള്ള തസ്വീറോं को, തസ്വീർ എന്ന് പറഞ്ഞാൽ പിക്ചർ എന്നാണ് അർത്ഥം. തസ്വീറോं को ചിത്രങ്ങളുടെ പഹല ഹർഫ് ലിഖ്വായെ ആദ്യ ഹർഫ് എഴുതാനാണെന്ന് പറയുന്നത്. പഹല എന്ന് പറഞ്ഞാൽ ആദ്യ അക്ഷരം എഴുതൂ. അപ്പോൾ ആദ്യ അക്ഷരം എഴുതാൻ ആ പദം ഏതാണ് എന്ന് അറിയണമല്ലേ? ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു ഉറുമാമ്പയമാണ്. അപ്പോൾ ഉറുമാമ്പയത്തിന് എന്താണ് ഉറുദുവിൽ പറയാം? അനാർ എന്നാണ് പറയുക. അനാർ. ഓക്കെ, അനാർ എന്നാണ് ഉറുദുവിൽ പറയുക. അപ്പോൾ നിങ്ങൾ അവിടെ പൂരിപ്പിക്കണം, അനാർ എന്ന് പൂരിപ്പിക്കണം. ശരി, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആദ്യ അക്ഷരം അലിഫ് മാത്രം എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ അവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പൂരിപ്പിക്കുമ്പോൾ അനാർ എന്ന് എഴുതി കൊടുക്കുക, ബ്രാക്കറ്റിൽ അലിഫും ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി.
അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ട് അനാർ എന്ന് എഴുതുക, ബ്രാക്കറ്റിൽ അലിഫ് ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ പദം ഏതാണ്? ഒരു കണ്ണിൻ്റെ ചിത്രമാണല്ലേ. എന്താണ് കണ്ണിന് ഉറുദുവിൽ പറയുക? ആങ്ക് എന്നാണ് പറയുക. കണ്ണ്, ഐ. നിങ്ങൾ ഹിന്ദിയിലും ഒരു പക്ഷേ ഈ പദം പഠിച്ചിട്ടുണ്ടാകും, ആങ്ക് അല്ലേ. ഇനി അടുത്ത രണ്ട് ചിത്രം, ഒന്ന് ഒരു ഷെൽഫിൻ്റെ അലമാരയുടെ ചിത്രമാണ്, മറ്റൊന്ന് മാംഗോയുടെ ചിത്രമാണ്. അലമാരക്ക് എന്താണ് ഉറുദുവിൽ പറയുക? അൽമാരി എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ അൽമാരി എഴുതി കൊടുക്കുക, ബ്രാക്കറ്റിൽ അലിഫ് കൊടുക്കുക. ഇനി നമുക്ക് മാങ്ങക്ക് എന്താണ്, മാംഗോക്ക് എന്താണ് ഉറുദുവിൽ പറയുക? ആം എന്നാണ് പറയുക. ആം എന്ന് പറഞ്ഞാൽ മാങ്ങ എന്നാണ് അർത്ഥം. അപ്പോൾ ആം എന്ന് അവിടെ പൂരിപ്പിക്കുന്ന സ്ഥലത്ത് എഴുതി കൊടുക്കുക, ബ്രാക്കറ്റിൽ ഒരു അലിഫ് മദ് ആ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് പിക്ചറിലേക്ക് പോവുകയാണ്. മുട്ടയും ഉരുളക്കിഴങ്ങുമാണ് ഉള്ളത്. മുട്ടയ്ക്ക് എന്താണ്, എഗ്ഗിന് എന്താണ് ഉറുദുവിൽ പറയുക? അണ്ട എന്നാണ് പറയുക കേട്ടോ. അണ്ട എന്ന് പറഞ്ഞാൽ മുട്ട എന്നാണ് അർത്ഥം. പിന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ചിത്രമാണ്. ഉരുളക്കിഴങ്ങിന് എന്താണ് ഉറുദുവിൽ പറയുക? ആലു എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഈ പദങ്ങളൊക്കെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അപ്പോൾ കുറച്ച് ചിത്രങ്ങൾ, അലിഫ് ആ എന്നുള്ള രണ്ട് അക്ഷരങ്ങൾ പഠിച്ചു. അത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പദങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പെൻസിൽ കൊണ്ടും നിങ്ങൾ അതിൻ്റെ ഓരോന്നിൻ്റെയും പേര് അവിടെ എഴുതി കൊടുക്കുക. ഉദാഹരണത്തിന് അമ്രൂദ്, പേരക്കക്ക്. അപ്പോൾ പേരക്കൻ്റെ അവിടെ പെൻസിൽ കൊണ്ട് നിങ്ങൾ അമ്രൂദ് എന്ന് എഴുതി കൊടുക്കുക. പിന്നെ ആക്രോട്ടണ്ടിയുടെ അവിടെ അഹ്റൂട്ട് എന്ന് എഴുതി കൊടുക്കുക. ആക്രോട്ടണ്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗൾഫിലൊക്കെ സാധാരണ കഴിക്കുന്ന ഒരു പഴമാണ്. പിന്നെ ആഗത്തി. അപ്പോൾ ഒക്കെ അവിടെ പെൻസിൽ കൊണ്ട്, നോട്ട് ബുക്കിൽ പെൻസിൽ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിൽ പെൻസിൽ കൊണ്ട് നിങ്ങൾ അത് അവിടെ എഴുതി കൊടുക്കുക. അതുപോലെ നോട്ട് ബുക്കിലേക്കും നിങ്ങൾ അത് ഓരോ പദങ്ങളും എഴുതിയെടുക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇന്ന് ഇത്രയും ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. ഒന്നുമില്ല, അലിഫ് ആ എന്നുള്ള രണ്ട് അക്ഷരമാണ് നമ്മളിന്ന് പഠിച്ചത്. തുടർ ക്ലാസ്സിൽ ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.